Guys, welcome to Michu Vlogs. എപ്പോഴാണ് പേര് മാറ്റിയതല്ല എന്താ ആഷ്മേച്ചിന്റെ ചാനൽ ഞാൻ അങ്ങാണ് കൈകാര്യം ഇപ്പൊ ചെയ്യുന്നത്. എന്നെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അനോജ. എന്നെ ഇഷ്ടമുള്ളവരെന്നെ അനു എന്ന് വിളിക്കും. പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള മിച്ചു എന്ന് പറയുന്ന ഇഷ്ടംപോലെ പേരുള്ളൂ. സ്വന്തമായിട്ട് ഓരോ പേരുകൾ. മിച്ചുണ്ട്, മിക്കിയുണ്ട്, ദീദിയുണ്ട്. യഥാർത്ഥ പേര് അശ്മിയാണ്. ആഷ്മിയാണ് എന്തായാലും. ആഷ്മിച്ചിന്റെ നീസാണ് ഞാൻ. യു സി മൈ ആണ്ട് ആണ് ആഷ്മി. ആഷ്മിന്റെ അനിയത്തിയാണ് ഇത് രശ്മി. ആഷ്മി എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചമ്പി മീന്ന് പറഞ്ഞാൽ മതി. വെരി ലോക്കൽ. എന്റെ വായിലൊന്നും അങ്ങനത്തെ വർത്താനൊന്നും വരത്തില്ല. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. I apologize from the bottom of my heart. ഇപ്പോഴെങ്കിലും നാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്തുകൊണ്ടാണ് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇത്രയും ഭ്രാന്തമായ വട്ടുപിടിച്ച ഒരു പെങ്കൊച്ചിനെ പോലെ ആയത്. ഇതാണ് പ്രശ്നം. കമ്പനിയാണ് എൻ്റെ പ്രശ്നം. വളർന്ന ജീവിത സാഹചര്യങ്ങളാണ് പ്രശ്നം. ഇന്നത്തെ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ കോമ്പയറിങ്ങും നമ്മുടെ എല്ലാം പറയുന്നത് നിങ്ങൾ ആദ്യം കണ്ട നമ്മുടെ അനോജ തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ജസ്മിക്കുട്ടിയുടെ വീട്ടിലാണ്. ആൻഡ് അവിടെ നമുക്ക് പ്രീവിയസ് ബ്ലോഗ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പ്രീവിയസ് ബ്ലോഗ്സിൽ അതെ. ആൻഡ് യുനോ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പത്തെ എൻ്റെ ഒരു ബ്ലോഗ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻ്റെ സിസ്റ്ററിനുള്ള അനുപമ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നമ്മളൊക്കെ ഫുഡ് വെച്ച് കൊടുത്തു. അതുപോലെ ഇതിന് ഈ ഇതൊന്നും അല്ല. ഇവിടെ വിളിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി വെക്കണോന്ന് പറഞ്ഞ ഓൾറെഡി ജസ്മേച്ചിനോട് ബിരിയാണിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്പ്പിച്ചു. ആരായാലും വയ്പ്പിച്ചു. എന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ കൂടി. ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. വേറെ ഒരാളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു. സോ പകരം നമ്മളിത് ഇപ്പൊ പാസ്റ്റ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് സോസ് പാസ്റ്റയാണ്. വൈറ്റ് സോസ് പാസ്റ്റ ഉണ്ടാക്കണം. അതിന്റെ പാസ്റ്റയും ചിക്കൻ വേവിച്ചതും ആയിട്ടുള്ളൂ. ബേസിക്കലി ഇതാണ്. Again apologize Anu, but just കാര്യം പറയുകയാണെങ്കിൽ 3 months ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല വീഡിയോയിൽ നമ്മൾ വേറൊരു വ്യക്തിത്വത്തെയും കൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അദ്ദേഹം വന്നിട്ടില്ല. വന്നതിന് ശേഷം പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ അനോജയുടെ കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ പാസ്റ്റ ആയിട്ടുള്ളൂ. ചിക്കനും വേവിച്ചതേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട അവസ്ഥയൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. കുടുംബ മഹിമ എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം ഈ വീട്ടിലുണ്ട്. എല്ലാത്തിനും 4-5 പേര് ലൂസാണ്. എൻ്റെ കൂട്ടത്തിൽ ഇത്തിരി മെച്ചുവർഡായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ചിലതാണെങ്കിലും സോ ബേസിക്കലി യൂസ് ചെയ്യും. നിങ്ങൾക്കെന്നെ മനസ്സിലാവും എൻ്റെ ക്യാരക്ടർ ആകുമ്പം. ഇനിയിപ്പോൾ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അത് വെച്ചാൽ എനർജി കിട്ടാനാണ്. കുക്ക് ചെയ്യാതെ ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് എനർജിയാണ് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. രശ്മി നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പം കിടക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഡാൻസ് തന്നെ ഞാൻ കണ്ടു. കുക്ക് ചെയ്യാൻ വന്ന ആളാണ്. ഇവിടെ വന്നതിന് ശേഷം കുക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാം കൂടുതൽ ഡാൻസ് ആണ് കളിക്കുന്നത്. ഞാൻ അറിയാലോ കുക്ക് ചെയ്യുന്നെന്നും പറഞ്ഞ് ഇവിടെ വന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതില് ഞങ്ങൾ തിരിയാണ് നമ്മൾ മൈ ഡെസ്റ്റിനേഷൻ ആൾക്കാരാണ്. ഓ ഇനി നമ്മുടെ പരിപാടിയിലേക്ക് അത് തന്നെ. അവിടെ വീട്ടിൽ പാത്രങ്ങൾ തീർന്നോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ വെള്ളം നമ്മൾ കഴുകി കളഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സംഭവം. ആവശ്യമില്ല. ഇതെന്തിനാണ് ഇതെന്തിനാണ് പച്ച ചീക്കണൊക്കെ എടുത്തിട്ടിരിക്കുന്നത്? പെപ്പർ ഇട്ടില്ല. പെപ്പർ സോസിന്റെ കൂടെ ഇടാം. എനിക്കറിയത്തില്ല ഗൈസ്. നാളെ എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണെന്ന്. ഇത് നമ്മൾ പാസ്ത വേവിച്ചെടുത്ത് മാറ്റി വെച്ചാൽ ദാറ്റ് മേക്ക് സെൻസ്. പക്ഷെ ഈ ചിക്കൻ ഇങ്ങനെ ഒരു മിനിറ്റ് പറയൂ.
വേവിച്ച ചിക്കൻ നമ്മൾ കൊച്ചു കൊച്ചു പീസ് ആക്കണം. അതിനെ വൈറ്റ് സോസിന് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ പാസ്തയിലേക്ക് ഒഴിക്കണത്. അതിപ്പോ വേവിച്ചതേ ഉള്ളൂ. ഇനി അത് നമ്മൾ പിച്ചണം. ഓതമ്പ്രാന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് ഒഴിക്കുമ്പോ പാതി ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പ്രതീക്ഷയുണ്ട് ഗൈസ്. എല്ലാം തറയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത ബ്രോത്താണ് ഇത്. ദീദി ഇവിടെ മൊത്തം കളഞ്ഞു തൂവി ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മൊത്തം നിറച്ച് കുടിക്കാൻ പറ്റും. അതെവിടെ മറ്റേ ചായയുടെ പാത്രം നീ കൊണ്ടു. ഗൈസ് ഇതിനു മുമ്പാണ് ഇവിടെ കുറെ തമാശകൾ നടന്നു. നമുക്ക് ക്യാമറയിൽ ഒപ്പാൻ പറ്റിയില്ലത്. ഒപ്പാൻ പറ്റിയില്ല കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു. പക്ഷെ അവിടുത്തെ തമാശകളൊക്കെ ഞാൻ പറഞ്ഞു തരും. ഇത്രയും ഭാഗം കവർ ചെയ്തിട്ടെടുക്ക്. നാച്ചുറാലിറ്റി സാധാരണ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആടടേ. നമ്മൾ അങ്ങനെ നമ്മൾ പച്ചയായ ജീവിതം വേണം കാണിക്കാൻ. നാണക്കേടുള്ള ആളെന്ന് കാണിച്ചാലും ഈ നാണക്കേടുള്ള ആളുടെ ഒരു കണ്ടുപിടുത്തമാണ് ഈ ചിക്കൻ ബ്രോത്ത് എന്ന് പറയുന്നത്. ഈ ചിക്കൻ ബ്രോത്ത് എന്ന് പറയുന്നത് ചിക്കന്റെ ഞരമ്പിന്നാണ് ഉണ്ടാക്കിയതെന്നാണ് അല്ലേ? ഞരമ്പിന്ന് ഊർന്നിറങ്ങുന്നത്. നോ 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 ദാറ്റ് cannot be. ഞാൻ ഞരമ്പിന്നാണോ പറഞ്ഞത്? ഓണമല്ല സത്യം. അവൾ കറന്റ് മോമി ബ്രെയിൻ മോഡിലാണ്. സോ അവളുടെ ഗുഡ് തിങ് ഹർ മൈൻഡ് ചെറിയ മണ്ടത്തരങ്ങൾ വരും. പക്ഷെ ഇറ്റ്സ് നാച്ചുറൽ. കാരണം അവള് തേർഡ് മന്ത് കഴിഞ്ഞു. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിന്റെ ഒരു ഇതാണ്. ബാക്കി മണ്ടത്തരം പ്രഗ്നൻസി കഴിഞ്ഞു. എനിക്കത് തോന്നുന്നത് ഇത് ഇപ്പൊ അതായതുകൊണ്ട് ഈ ഒരു മണ്ടത്തിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാണ്. നോ താങ്ക്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ. അവളുടെ അപ്പൻ ആരാണെന്നാ എല്ലാத்தைയും ഊറ്റിയെടുക്കുന്ന ആളാണ്. എന്റെ പാവം ഒപ്പം ഇത് കേൾക്കണ്ട. അതാണ് നമ്മുടെ സേവിങ് പഠിക്കണം. കാരണം നമ്മുടെ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ളവരാണ്. നമ്മളെല്ലാം സേവ് ചെയ്ത് പഠിക്കണം ഗൈസ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയ ഇതിൽ നിന്ന് നമ്മൾ വേസ്റ്റ് വാട്ടർ ആണ് ആക്ച്വലി. അത് യൂഷ്വലി ചില ആൾക്കാർ കളയും ഈ ചിക്കൻ വേവിച്ചിട്ട് എടുക്കുന്നത്. നമ്മൾ അതിനാണ് ബ്രോത്ത് ആക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. ഈ സ്റ്റൂവിനില്ലല്ലോ ഇതെന്തിനാണ് ചെയ്യുന്നത്? ഇത് നമ്മൾ പാസ്റ്റയിലേക്ക് ഇടാനുള്ള പരിപാടിയാണല്ലോ. അപ്പൊ ഈ വലിയൊരു രസമായിട്ട് ഇടാൻ പറ്റുമല്ലോ. നമ്മൾ സോസിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് നമ്മളപ്പോ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കഴിക്കണം. അതാണ് നമ്മുടെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ഗൈസ്. കാരണം വെറും വേവിച്ച ചിക്കൻ ആയിരുന്നു. ഞാൻ അബദ്ധം കാണിച്ചാന്ന് വേണേൽ പറ. നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. അത് മാത്രമല്ല നമ്മള് ഒലിവ് ഓയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചുമ്മാ കുഞ്ചു നീ എന്താണ് ചെയ്യുന്നത്? പാത്രം കഴുകി കഴിഞ്ഞില്ലല്ലോ. ഇല്ല, അടുത്ത പാത്രം കഴുകാനുള്ള ഞാൻ പ്രിപ്പറേഷൻ ആണ്. ഓ അങ്ങനെ ഗൈസ് ഇപ്പം ഉള്ള വീഡിയോയിലുള്ള ഏക ആൺതഴിയാണ്. അത് നമ്മൾ പണ്ട് അങ്ങനെയാണല്ലോ. ചേട്ടാ ജസ്മി ചേച്ചിന്റെ പ്രിയതമൻ ആണ് ജിജോ ചേട്ടൻ. ഇതിന്റെ പാക്കറ്റിന്റെ അകത്തൊക്കെ എന്തൊക്കെയാണ്? മൈദ, ഫുഡ് ഉണ്ടാക്കേണ്ട സാധനങ്ങളാണല്ലോ. പ്രിയതമ്മനെ കണ്ടതോ? നമ്മുടെ പ്രിയതമ്മയിലാണ്ട പോകുന്നു. അവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അവരെങ്ങനെയാണ് ഓഫീസ് ടൈംസ് പിരിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കും ഇപ്പോഴും അതുകാലം പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജിജോ ചേട്ടൻ തന്നെ ജസ്മിക്ക് ജിജോ ചേട്ടൻ വർക്ക് ചെയ്ത് ഓഫീസിലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലി സെറ്റ് ചെയ്ത് ഇപ്പോൾ അവൾ അവിടെയാണ് വർക്കിംഗ്. പിന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രമാണ് വർക്ക് ഫ്രം ഹോം ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേരും അടിച്ചു കൊടുത്തത്. നമ്മളെല്ലാരും അന്വേഷിക്കുമായിരുന്നു ഈ കാര്യം പറഞ്ഞ മതി. ഇത് കുറെ നേരമല്ല ഇത് പിച്ചത്. ഇത് ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് പിച്ചത്. ഇങ്ങനെ കയ്യിലെടുത്ത പിച്ചു വരത്തില്ല. ഞാൻ കുഴക്കില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് എന്തൊരു സമയം, ഭയങ്കര വേസ്റ്റേജ് ഓഫ് ടൈമാണ്. എനിക്കിതൊന്നും പറ്റത്തില്ല ഗൈസ്. കുഞ്ഞു നിനക്ക് വല്ലതും പറയാനുണ്ടോ? കാരണം നമ്മുടെ വ്ളോഗിലെ കണ്ടന്റ് എന്നെ അപമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇവിടെ
ഇതാണ് ഇവിടുത്തെ വീട് കേട്ടോ. നിങ്ങളുടെ വീടാണ്. ഇപ്പം ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഇവിടെ എന്തിനെന്ന് അറിഞ്ഞുകൂടാ അത് തിളയ്ക്കുന്ന സാമ്പാറോ ഒരു ഇത് കിടക്കുന്നുണ്ട്. അതിനെ ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാൻ പോവാം. അത് പറ്റുന്നു. ഇത്രയും സൗണ്ട് മതി. എടുത്ത് നമുക്ക് അത് തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ പോകും. അടുക്കളയിലൊക്കെ എൻട്രി ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇതാണ് അടുക്കളയിലെ പിന്നാമ്പുറ കാഴ്ചകൾ. അതാണല്ലോ പിന്നാമ്പുറം എന്ന് പറഞ്ഞത്. കുഞ്ചു വല്ല ഹെൽപ്പ് വേണോ? വേണ്ടെന്ന് പറയണം പ്ലീസ്. എനിക്ക് സഹായിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാനൊരു ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. മനസ്സിലായില്ല? ഗൈസ്, ഇവിടുത്തെ പുതിയ നമ്മുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ആൺതരിയാണിത്. നമ്മൾ അജു എന്ന് വിളിക്കും, നാട്ടുകാർ വരെ ജോമി എന്ന് വിളിക്കും, പിന്നെ കുറെ അങ്ങനെയൊന്നുമില്ല, പേരൊന്നും ഇല്ലാതെ വേറെ പലതോളം വിളിക്കുന്ന. ഇവ ഇങ്ങനെ വല്ലപ്പോഴും മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരാറുള്ളൂ. അപ്പം അപൂർവമായി വരുന്നത് ഒരു ഹെൽമെറ്റും മേടിച്ചോണ്ടാണ് അത് പുറത്ത് പോരാണ് ഗൈസ്. നേക്കഡ് ട്രൂത്ത് ആണ് അതൊക്കെ. നീ നേക്കഡാണോ അല്ലാതെ വിട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ജോമിയും ലല്ലും ഒരേ തരത്തില് ഒരേ പ്രായത്തില് ഒരേപോലെ ആയത്. നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജോമി നമ്മുടെ ലല്ലു എന്ന് പറയുന്നത് ഒരേ വർഷം ജനിച്ച ഉള്ള ഒരേ കിറുക്ക് സ്വഭാവമുള്ള. അയ്യോ അല്ല, അത് എനിക്ക് തോന്നിയാ. എന്റെ ജീവിതാനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് ജോമീനെയാണ് കൂടുതൽ ഇഷ്ടം. അവന്റെ കിറുക്കാണ് കുറവ്. ലല്ലുവിന്റെ ഭ്രാന്താണ്. നമ്മുടെ കഥാനായിക തിരിച്ചെത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ കഴിയാലും തീരാത്ത രീതിയിൽ അവളുടെ പാത്രങ്ങൾ അവിടെ നിങ്ങൾ കണ്ടുപിടിച്ച് കഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. പണ്ടൊരു സീരിയലുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട്, എത്ര അന്വേഷിച്ചാലും അമ്മേനെ കണ്ടുപിടിക്കത്തില്ല തൊട്ടപ്പുറത്തുണ്ടെങ്കിലും. അതുപോലെയാണ് ഇവള് എത്ര കഴിയാലും തീരാത്ത ഓരോ പാത്രങ്ങൾ. മനസ്സിലായില്ല നിങ്ങൾക്ക്? രണ്ട് അനാവശ്യമായി നീട്ടി ഒഴിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗോലി സോഡ ഞാൻ കണ്ടിട്ടില്ല. പോളി ഐറ്റാണോ? സോറി, ഞാൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് പൊട്ടിക്കേണ്ട ആവശ്യം. ഇവിടുന്ന് മാത്രമല്ല മണ്ടത്തരങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം Shashi of the year award goes to Jami David Kirakeo. ആണോ? പോടാ എന്റെ ഈശോയെ. ലോകാത്ഭുത. നീ ഏത് ജീവിയാണ്? എന്തായാലും ഒരു സൈഡിൽ തട്ടി നിൽക്കേണ്ട. എനിക്ക് മനസ്സിലായി. നമ്മള് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നെ കൊണ്ട് പറ്റത്തില്ലടാ. ഇത് മറ്റേ അതിലും അതിശയം. ഞാൻ പറയാം. വാക്യൂം ക്രിയേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? വാക്യൂം ക്രിയേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കി പറ. ഇത് ബോർഡിൽ തികയൊന്നും തോന്നില്ല. ആ ചളി ഒന്ന് ഇറങ്ങി പോണമെങ്കിൽ. എടാ, ഇത് ഗോലി പോകാനുള്ള അത്രയും സ്പേസ് ഉണ്ട്. അത് അത്രയും നാരോ അല്ല. ഇതിന്റെ ബോട്ടിലിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. സുഖമായിട്ട് കയറിപ്പോ. ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ഇതിന്റെ ഈ ബോട്ടിലിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന സാധനം മിച്ചു വ്ളോഗ്സിന്റെ ഓണർ അടിച്ചു മാറ്റി കുളിച്ചിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ആദ്യം അടുപ്പ് കത്തിക്കുക, പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം വീട്ടിൽ എവിടേക്ക് സാധനങ്ങൾ ഇരിക്കുന്ന ആർക്കും അറിഞ്ഞാത്തോണ്ട് അത് തപ്പാൻ പോവുക.
പച്ച ചിക്കൻ അല്ല വേവിച്ചത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം മൈദയാണ് ഇടാൻ പോകുന്നത്. മൈദ 3 tablespoons of മൈദ. 2-3 ടേബിൾ സ്പൂൺ ആണ് ഇത്രയും മൈദ മേടിച്ചിട്ടുള്ളത്. പറഞ്ഞത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരായിരുന്നല്ലോ ഗൈസ്. മൈദ ഇട്ടിരിക്കുകയാണ് ഗൈസ്, നമ്മളത് മിസ് ചെയ്തു. ഇനി അടുത്ത മാറും ഞാൻ മാറാൻ പറയരുത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ്. അയ്യോ ഇതല്ല ഏറ്റവും പോടാങ്ങോട്ട് ജോൺ. ഐ സ്വെയർ ഐ പുട്ട് ദിസ് ഇൻ യുവർ ഫേസ് റൈറ്റ് നൗ. എന്തോ ബട്ടർ ഇതില് ഏതാണ് എന്ത് ഇതിൽ നമ്മൾ എന്തോന്നാണ് ഒഴിച്ചിരിക്കുന്ന വെള്ളമാണോ? പാല് 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 പാലാണ് ഒഴിച്ചത്. സോൾട്ടഡ് ബട്ടർ ഇട്ടേക്കാണ് നമ്മള്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഒരു മഹാ അത്ഭുതം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാത്രങ്ങൾ ഇവിടെ ഇരുന്ന അത്രയും പാത്രങ്ങൾ നമ്മുടെ അപ്പോഴേക്കും പുതിയ പാത്രം അറിയാം. ഇത് അസംഭവ്യമാണ്. ഇതൊരിക്കലും ഈ സിങ്ക് ഫുള്ളായിട്ട് നിൽക്കത്തില്ല. അപ്പോഴേക്കും നമ്മളെ അടുത്ത പാത്രം കഴിയുന്ന ആൾ വന്നിട്ടുണ്ട്. വെരി പ്രൗഡ് ഓഫ് യു ആക്ച്വലി ടു ബി യുവർ സിസ്റ്റർ, ടു ബി യുവർ നീസ്. ഓ ഞാൻ ചോപ്പ് ചെയ്യണോ? Yeah, I can chop this with garlic. അപ്പം അതുവരെ നമ്മൾ വീഡിയോ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കിൽ നമുക്ക് വരാം. ഓക്കെ പെപ്പർ ഓക്കെ പെപ്പർ. Now we'll go fast, chop this garlic and come back. ഞാനിവിടെ ചെറുതൊരു സഹായിക്കാൻ കയറിയപ്പോൾ എൻ്റെ കൈ പൊള്ളിയപ്പം ജസ്റ്റ് മേച്ചിന് ഈ കയ്യിൽ ഐസ് വെച്ചത്. ഐസിൻ്റെ സൈസ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇത് മുകളിലിരിക്കുന്നില്ലേ കുട്ടി ഐസ് നമ്മളങ്ങനെ ഗാർലിക് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഹിയർ ഷീസ് പോമിഗ്രാനൈറ്റ് അറുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സോസ് എന്തായി നോക്കാം. ഓ മൈ ഗോഡ്. ഓ ഗാർലിക്കിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗാർലിക് കൊടുക്കാം. ഇതിൻ്റെ നമ്മൾ വേറൊന്നും ചെയ്തില്ലല്ലോ. ജസ്റ്റ് അത് കട്ടി പിടിക്കാതെ വിസ്ക് ചെയ്തോണ്ടില്ലേ ഇരുന്നത്. കുഞ്ചു മമ്മി വീട്ടിലില്ല, കടവോടെ ആരുമില്ല, തനിയാട് പോകാമുള്ളതില്ല. സോ ബേസിക്കലി നമ്മൾ എന്തുകൊണ്ട് പാട്ട് പാടുന്നത് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഹിന്ദിയാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹിന്ദി ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ തമിഴ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാസ്ത കട്ടി പിടിക്കാൻ തുടങ്ങിയോണ്ട് അത് പെട്ടെന്ന് നമ്മൾ കട്ടി പിടിക്കാതിരിക്കാൻ ഫോർക്ക് വെച്ച് ഇങ്ങനെ വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീഡായിട്ട്. ആ സമയത്ത് നമുക്ക് ഇനി പാസ്തയിൽ ഇടാനുള്ള ഓണിയൻസ് സോട്ട് ചെയ്യുവാണ്. ജസ്മേച്ചോട് നമ്മളിപ്പം എത്രാമത്തെ തവണയാണെന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരി ഇരുത്തിക്കൊണ്ടിരിക്കുവാണ്. രണ്ടുപേരും മത്സരിച്ച് കിണ്ടിക്കളിക്കുവാണ് അല്ലേ? നമ്മൾ എന്തിനാണ് സവാള റോസ്റ്റ് ചേർക്കുന്ന കുഞ്ചു നീ പറയും? റോസ്റ്റിൽ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തിനാണ് സവാള ചേർക്കുന്നത്? കണ്ടോ ഇവിടെ ഞാനത് പറഞ്ഞപ്പോ മധുരത്തിന് പഞ്ചസാര ഇട്ടാ പോരെ എന്ന് ചോദിച്ചു. എല്ലാ കിച്ചൺ കോമൺ കുക്കിങ്ങിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. പഞ്ചസാര ഇട്ടാ പോലെ ഞാൻ പക്ഷെ പഞ്ചസാര പല കറികളിലും ഇടാം. അത് ബാലൻസ് എന്റെ കോമഡി ഇതാണ്. ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന സമയവും എനിക്ക് പറയാനുള്ളത് 8-10 വീഡിയോ ഓൾറെഡി പെൻഡിങ് ആയിരിക്കുന്ന സമയത്താണ് അടുത്ത ഒരെണ്ണത്തിന്റെ ഷൂട്ട്
ഇല്ല ഗൈസ്, ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ദീദീനെ കൊണ്ട് 1 വീക്കിനകം തന്നെ ഇടുന്ന ഞാൻ. പക്ഷെ ടൈം ലൈൻ തെറ്റിപ്പോയി. അത് കാര്യമില്ല, നമ്മൾ ടൈം ലൈൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മൾ വീഡിയോ എടുത്ത് 1 വീക്കിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കും. നമ്മളിനി ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മൈദ 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 ഇട്ടുന്ന സ്പൂൺ കാണുന്നില്ല, സ്പൂൺ അതിനകത്ത് തന്നെ ഉണ്ട്. ഓ മൈ ഗോഡ്. നമ്മൾ നേരത്തെ വരട്ടി വെച്ച് സവാളയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ നാത്തൂൻ്റെ കോള് വന്ന് ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ദേണ്ട വരുന്നു ഗൈസ്. ഇളക്കിക്കോ, തിളയ്ക്കുന്നു. നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കുവാണ്. നമ്മുടെ മെയിൻ ഇതിലേക്ക് വന്നു നമ്മൾ കഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് കുറേ ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഷ്ടപ്പെട്ടു. അതിൻ്റെ സോസ് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതും നമ്മുടെ പാസ്തയൊക്കെ നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ്. അതിൻ്റെ ചടങ്ങിലേക്കാണ്. അപ്പം ആഷ്മേച്ചി നമ്മൾ പാസ്ത അങ്ങനെ ഐശ്വര്യമായിട്ട് ഇടുവാണ്. നമ്മൾ ഷെഫാണ് ഇവിടെ ഇരിക്കുന്നത്. കുഞ്ചു 2 സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ കുത്തി മറിച്ച് ഇളക്കി സെറ്റ് ആക്കണം. ഈ ചിക്കൻ കൂടെ ഇട്ടൊക്കെ മിക്സ് ചെയ്യാല്ലേ. ലാസ്റ്റ് ആണ് ഫിലിപ്പൈൻസ് ആയതുകൊണ്ട് സ്പൂൺ പിടിക്കാൻ വളരെ നന്നായിട്ട്. ഫിലിപ്പൈൻസിൽ അവൾ MBBS അല്ലേ പഠിച്ചത്, ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്, കാരണം നമ്മൾ എപ്പോൾ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്താലും അവൾ കിച്ചണിലായിരുന്നു. എപ്പോൾ വിളിച്ചാലും എന്തെങ്കിലും അരിഞ്ഞോ എടുത്തോ കഴിയോ കൊണ്ടിരിക്കും. എക്സാക്ട്ലി. ഇവിടെ എല്ലാം റെഡി ആയിരിക്കണം. നമ്മൾ അപ്പം, സ്റ്റൂ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാസ്ത, പിന്നെ ഇത് സാലഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓസം ബിരിയാണി ഉണ്ട്. ബിരിയാണിക്ക് പിന്നെ നമുക്ക് എയറേറ്റഡ് ഡ്രിങ്ക്സ് 7up ഉണ്ട്, അല്ലാതെ വീട്ടിൽ കളിക്കാൻ ടാങ്ക് ഉണ്ട്, ഇഷ്ടമുള്ള പല പാത്രങ്ങളുണ്ട്. നമ്മൾ ഇതിൽ ഇത്രയും നേരം ഇവിടെ കാണാതെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തിയ എൻ്റെ നാത്തൂനുണ്ട്, എൻ്റെ സ്വന്തം ചേട്ടൻ ഇവിടെ ഉണ്ട്. ഇത്രയും നേരം കണ്ടില്ല. ഇവർക്കുള്ള ക്യൂട്ട് പയ്യനും ഉണ്ട്. ജോ കുട്ടാ, ഇവനിപ്പോൾ 1.5 വയസ്സായി. പിന്നെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നൗ എവ്രി വൺ ഇസ് ഹിയർ. ജിജോ ചേട്ടൻ മാത്രം മിസ്സിംഗ് ആണ്. ഇവിടെ പോയി നടന്നോട്. ഇത്തിരി നേരം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് കാണുന്നതായിരിക്കും. ബൈ മിച്ചു വ്ളോഗ്സിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുക.